വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ആ സ്വർഗത്തിൽ ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, ആ സ്വർഗത്തിൽ അവർ ആഗ്രഹിക്കുന്നതെന്തോ അതവർക്ക് അവിടെയുണ്ട്. മാത്രമല്ല വലദൈനാ മസീദ്, വീണ്ടും വീണ്ടും അതിൽ അധികരിപ്പിച്ചു നൽകാൻ നമ്മുടെ പക്കലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രവാസികളായ ആളുകള് പ്രയാസങ്ങൾ സഹിക്കുമ്പോ, അല്ല, ഭൂമിയിൽ ഓരോ മനുഷ്യനും പ്രയാസങ്ങൾ സഹിക്കുമ്പോ അവന്റെ ആഗ്രഹങ്ങൾ അസ്തമിക്കുന്നില്ല, അവന്റെ ആഗ്രഹങ്ങൾ പരിപൂർണമായി സഫലീകരിക്കാൻ ഭൂമിയിൽ നിന്ന് സാധിക്കുന്നില്ലെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തോ, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചോ എങ്കിൽ ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർ ക്കുന്നതെന്തോ, അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്തോ എല്ലാം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നു. അത് മാത്രമാണോ? അല്ല, വലദൈനാ മസീദ്, വീണ്ടും അവർക്ക് അധികരിപ്പിച്ചു നൽകുവാൻ നമ്മുടെ പക്കലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചാൽ തീരാത്തതാണ്, സുദീർഘമായിട്ടുള്ളതാണ്. ഏതായിരുന്നാലും ശരി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഈ സ്വർഗം ഒരാൾ കണ്ടാൽ അത് നേടാൻ എന്ത് വേണോ അതവൻ ചെയ്യുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാരുണ്ടോ അവർക്കാണ് അത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ജീവിതത്തിൽ എന്തിനാണോ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ലക്ഷ്യം മറന്നുകൊണ്ട് ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത് കഠിനമായ നരകാഗ്നിയാണ്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. ആ നരകാഗ്നിയിലുള്ള അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന അഅ്തദിനാ ലിൽസാലിമീന നാറാ, തീർച്ചയായും അക്രമികളായ ആളുകൾക്ക് നമ്മൾ നരകം ഒരുക്കി വച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? അഹാത ബിഹിം സുറാദിഖുഹാ, അതിന്റെ മേൽക്കൂര, അതിന്റെ കൂടാരം അവരെ വലയം ചെയ്തിരിക്കുന്നു. വയസ്തഗീതു യുഗാസു ബിമാഇൻ കൽമുഹൽ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. നരകാഗ്നിയിൽ കിടന്നുകൊണ്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ യശ്വിൽ വുജൂഹ്, മുഖത്തെ കരിച്ചു കളയുന്ന കൽമുഹിൽ, ഈയമുരുക്കൊഴിക്കപ്പെട്ടതുപോലെയുള്ള വെള്ളമായിരിക്കും, പാനീയമായിരിക്കും അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ദാഹത്തിന്റെ ശക്തി കാരണം നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ വെള്ളം ആഗ്രഹിച്ചുകൊണ്ട് വെള്ളം ചോദിക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കൽമുഹിൽ, ഉരുക്കപ്പെട്ട ലോഹം പോലെയുള്ളതായിരിക്കും. യശ്വിൽ വുജൂഹ്, മുഖത്തെ കരിച്ചു കളയും ദ്രാവകമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ബിഇസ്ശറാബ്, എത്ര മോശമായ പാനീയമാണത്. വസാഅത്ത് മുർതഫഖ, എത്ര മോശമായ വിശ്രമസ്ഥാനമാണ് നരകമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. മാത്രമല്ല ആ നരകത്തെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യുഅ്താ ബിജഹന്നമ, നരകത്തെ കൊണ്ടുവരപ്പെടുന്നതാണ്. യൗമഇദിൻ, ആ ദിവസത്തിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ലഹാ 70,000 സിമാം, നരകത്തിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. നരകത്തിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. മാത്രമല്ല മാകുല്ലി സിമാമിൻ 70,000 മലക്ക്, ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകളായിക്കൊണ്ട് യജുറൂനഹ, ആ നരകത്തെ അവര് വലിച്ചു കൊണ്ടുവരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച് വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം തന്റെ രക്ഷിതാവിനോട് പരാതിപ്പെടുകയാണ്. എന്താണ് പരാതിപ്പെടുന്നത്? റബ്ബി അഖല ബഅദി ബഅദാ, റബ്ബേ ഈ നരകത്തിലെ തീ മറ്റു ചില തീയിനെ തിന്നുകളയുകയാണ്. ആ സമയത്ത്, ഈ പരാതിപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫജഅല ലഹാ നഫസൈൻ, ആ സമയത്ത് നരകത്തിന് 2 ശ്വാസോച്ഛ്വാസം പുറത്തേക്ക് വിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകുകയുണ്ടായി. ഏതാണെന്നറിയുമോ? നഫസും ഫിശ്ശിതാ വനഫസും ഫിസ്സൈഫ്, വേനൽക്കാലത്ത് ഒരു ശ്വാസോച്ഛ്വാസം പുറത്തേക്ക് വിടാം. അതുപോലെ തന്നെ വെയിലിന്റെ സമയത്ത്, വേനൽക്കാലത്തും അതുപോലെ തന്നെ വർഷകാലത്തും ഓരോ ശ്വാസോച്ഛ്വാസം പുറത്തേക്ക് വിടാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. സഹോദരങ്ങളെ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി, ഫശിദ്ദതു മാ തജിദൂന മിനൽ ഹർരി മിൻ ഹർരിഹാ വശിദ്ദതു മാ തജിദൂന മിനൽ ബർദി മിൻ ഹരീരിഹ, ഏറ്റവും ശക്തമായ ചൂടുണ്ടാകുന്ന സമയത്ത് പ്രവാസികളായ ആളുകൾ ചൂട് സഹിക്കുന്നവരാണ്, ചൂട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയുണ്ടായി, ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അതിലെ ഏറ്റവും ഉന്നതമായ ചൂട് ഏത് സമയത്താണോ ആ ചൂട് നരകത്തിന്റെ ഒരു ശ്വാസോച്ഛ്വാസമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന തണുപ്പില്ലേ, അതിലെ ഏറ്റവും ശക്തമായ തണുപ്പ്
നരകത്തിന്റെ രണ്ടാമത്തെ ശ്വാസോച്ഛ്വാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയുണ്ടായി. എങ്കിൽ അത്തരം ശ്വാസോച്ഛ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആ നരകത്തിന്റെ ഭയാനകത നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. മാത്രമല്ല ആ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയുണ്ടായി. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും പാറക്കല്ലുമായിരിക്കും ആ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കുക. ഈ ഭൂമിയിൽ ഒരുപാട് ഇന്ധനങ്ങൾ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടെ പരിചയപ്പെടുത്തിയത് മനുഷ്യനെയും പാറക്കല്ലിനെയുമാണ്. എന്തുകൊണ്ട് മനുഷ്യനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പാറക്കല്ലിനെ ഉപമിക്കുകയുണ്ടായി? നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശം റബ്ബുൽ ആലമീനായ ജല്ല ജലാലുവിനാണ് അറിയുന്നത്. എങ്കിലും പാറയെ കുറിച്ച് മനസ്സിലാക്കുമ്പോ പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഭൂമി ലോകത്തുള്ള ഏതൊരു ഇന്ധനമായിരുന്നാലും ശരി, അത് കത്തിക്കുമ്പോ അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുകയാണ്. കടലാസ് കത്തിച്ചു കഴിഞ്ഞാൽ അത് ചാരമായി മാറുന്നു, പിന്നീട് അതിന് ചൂടനുഭവപ്പെടുന്നില്ല. വിറക് കത്തിച്ചു കഴിഞ്ഞാൽ കരിയാകുന്നു, പിന്നീട് ചാരമായി മാറുന്നു, ചൂടനുഭവപ്പെടുന്നില്ല. ഇരുമ്പ് പോലും 2000 ഡിഗ്രി ചൂടാകുന്നതോടുകൂടി വെള്ളമായി മാറുന്നുവെങ്കിൽ പാറക്കല്ല് എത്ര തന്നെ കത്തിച്ചാലും ശരി അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അതിന്റെ ചൂട് കൂടിക്കൊണ്ടേയിരിക്കുക എന്നല്ലാതെ പാറക്കല്ലിന്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുമ്പ് പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ കല്ലിന്റെ പാത്രങ്ങൾ ഉപയോഗപ്പെടുത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എങ്കിൽ അത്രയും കഠോരമായ ആ പാറക്കല്ലുകളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് മനുഷ്യൻ കടന്നെറിയേണ്ടി വരും. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാതെ ജീവിച്ച തമ്മാടികളായിട്ടുള്ള ആളുകള് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ, അത്തരം പാറക്കല്ലുകളുടെ കൂട്ടത്തിൽ കടന്നെറിയേണ്ടി വരുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുന്നറിയിപ്പാണ്. മാത്രമല്ല വീണ്ടും അവിടുന്ന് പറയുകയുണ്ടായി, ഈ ദുനിയാവിൽ അസുഖമുണ്ടാകുമ്പോൾ, ശാരീരികമായ പ്രയാസമുണ്ടാകുമ്പോൾ അതിന്റെ കാഠിന്യം കാരണം പറയാൻ പാടില്ലാത്തതാണെങ്കിലും ശരി പലപ്പോഴും മരണത്തെ കുതിച്ചു പോകാറുണ്ട് ആളുകൾ. ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ ഈ വേദന സഹിക്കേണ്ടിയില്ലായിരുന്നുവെന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നരകത്തിലുണ്ടാകുന്ന അവസ്ഥയെ സംബന്ധിച്ച്, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, നിഷേധികളായ ആളുകൾ ആരുണ്ടോ അവർക്ക് കഠിനമായ നരക ശിക്ഷയാണുള്ളത്. ലാ യുഖ്ദാ അലൈഹിം, അവരുടെ മേൽ മരണം വിധിക്കപ്പെടുകയില്ല. ഫയമൂതു, അങ്ങനെയാണെങ്കിൽ അവർ മരിച്ചു പോയിരുന്നേനെ. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, നരകത്തിന്റെ ശിക്ഷയിൽ അവർക്ക് ഇളവ് നൽകപ്പെടുന്നതുമല്ല. അങ്ങനെ മരിക്കാതെ പൂർണ്ണമായി ജീവിക്കാതെ അതിന് രണ്ടിനുമിടയിലുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. എങ്കിൽ ഇതേ നരകത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിട്ട് പറഞ്ഞില്ലേ, റബ്ബേ നിന്റെ നരകം എത്ര ഭയാനകരമാണ്, നിന്റെ നരകം എത്ര ഭയാനകരമാണ്. ഈ നരകത്തിന്റെ ഭയാനകതയെങ്ങാനും ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിരുന്നെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുമായിരുന്നു. എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും ശരി അവൻ അതിന് ശ്രമിക്കുമായിരുന്നുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിലെ പാരത്രികമായ രക്ഷയെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചുമാണ്. അവിടേക്ക് രക്ഷ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശിക്ഷയിൽ നിന്ന് മോചനം നേടി രക്ഷയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? നാളെയുടെ മോചനം, നാളെയുടെ വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രയാസങ്ങൾ നിറഞ്ഞ അന്ധകാരത്തിന്റെ നരകാഗ്നിയിൽ പതിക്കാതെ ഉന്നതമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവല്ലേ? അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോ, ചെറിയൊരാശ്വാസം ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകുന്നു ഞാൻ വിജയം ഭരിച്ചുവെന്ന്, ഞാൻ രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ചു പോകുന്നു. എങ്കിൽ അതല്ല കേട്ടോ വിജയം, അതല്ല കേട്ടോ ഉന്നതമായ വിജയം. മറിച്ച് അല്ലാഹുവിന്റെ സ്വർഗം, ഉന്നതമായ സ്വർഗം, അതിലേക്ക് എത്തിപ്പെടാൻ ആർക്ക് സാധിക്കുന്നുവോ അതാണ് ഏറ്റവും വലിയ വിജയം. വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിന്റെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയില്ലേ, വമൻ സുഹ്സിഹാനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, കഠോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരാൻ ആർക്ക് സാധിച്ചുവോ അവരാണ് ഉന്നതമായ വിജയം ഭരിച്ചവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ നമ്മളും ആഗ്രഹിക്കുന്നത് ആ പാരത്രിക മോക്ഷമാണ്, ആ പാരത്രികമായ വിജയമാണ്, നാളെയുടെ മോചനമാണ് നമ്മളൊക്കെ തന്നെയും ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ പലതരത്തിലുള്ള കവാടങ്ങൾ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കവാടമാണല്ലോ ഈ ദുനിയാവിലുള്ള ജീവിതത്തിന് ശേഷം മരണമാകുന്ന കവാടം. ആ മരണമാകുന്ന കവാടം
എപ്പോഴാണ് നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുക എന്നുള്ളത് ഒരാൾക്കും തന്നെ പറയാൻ സാധ്യമല്ല. ആ മരണത്തിലൂടെ നമ്മളൊക്കെ തന്നെയും കടന്നു പോകേണ്ടവരാണ്. അതിനുശേഷം നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഖബർ ജീവിതമുണ്ടല്ലോ, ഖബർ ജീവിതത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഭവനത്തിലെ ഒന്നാമത്തെ ഭവനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നിട്ടുണ്ട്. എങ്കിൽ ആ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഒന്നാമത്തെ യുദ്ധം ബദർ യുദ്ധത്തിൽ അൻസാരികളുടെ നേതാവാണ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളുടെയും മുഹാജിറുകളുടെയും വിഭാഗമാക്കി തിരിച്ചിട്ട് നമുക്ക് ബദറിൽ പോരടിക്കാൻ രണ്ട് കക്ഷികളുണ്ട്, കച്ചവട സംഘമുണ്ട്, അബൂജഹലിന്റെ ഒരു സംഘവുമുണ്ട്. ആരോടാണ് നമ്മൾ പോരടിക്കേണ്ടത് എന്ന്, ആരോടാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്ന് തന്റെ അനുയായികളോട് ചോദിക്കുമ്പോൾ, അവിടെ വെച്ചുകൊണ്ട് അഭിപ്രായം ചോദിക്കുമ്പോ മഹാനായ സഅദ് ബിൻ മുആദ് അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞ മറുപടിയുണ്ട്. പ്രവാചകരെ, ഞങ്ങൾ അങ്ങയിൽ ബൈഅത്ത് ചെയ്ത ആളുകളാണ്, അതുകൊണ്ട് ആർത്തിരമ്പുന്ന തിരമാലയിലേക്ക് എടുത്തു ചാടാൻ താങ്കൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളത് ചെയ്യും പ്രവാചകരെ എന്ന് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പ്രതികരിക്കുകയുണ്ടായി. അത്രത്തോളം പ്രവാചകന്റെ വാചകങ്ങളെ, പ്രവാചകന്റെ ആശയത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ മരണമാസന്നമായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോ ഇഹ്തസ്സ അർശുർ റഹ്മാൻ, പടച്ച തമ്പുരാന്റെ അർശ് കിടുങ്ങി പോവുകയുണ്ടായി. ലിമൗതി സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെ സംബന്ധിച്ച് അർശ് കിടുങ്ങി പോവുകയുണ്ടായി. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഒരുപക്ഷെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് തിരിച്ചു വരുന്നതിനുള്ള സന്തോഷം കാരണത്താലായിരിക്കാം. ഏതായിരുന്നാലും ശരി, റഹ്മാന്റെ അർശ് കിടുങ്ങിപ്പോയ ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ മരണം സംഭവിക്കുന്ന സമയത്ത് പ്രവാചകൻ ചിരിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളിൽ ആര് മരണപ്പെട്ടാലും താങ്കൾ കരയാറുണ്ടല്ലോ, ദുഃഖിക്കാറുണ്ടല്ലോ, എന്നാൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോ എന്തേ താങ്കൾ ചിരിക്കാൻ കാരണം? എന്തേ താങ്കൾ ചിരിക്കാൻ കാരണം? മാത്രമല്ല, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് താങ്കൾ കരയുകയും ചെയ്തല്ലോ, എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ വേളയിൽ 70,000 മലക്കുകൾ അവിടെ സന്നിഹിതരായിരുന്നു. 70,000-ഓളം മലക്കുകൾ അവിടെ സന്നിഹിതരായിരുന്നു. അവര് അന്നേവരേക്കും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലാത്ത പുതിയ പുതിയ മലക്കുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെയോ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കാൻ സമയത്ത് ഞാൻ കരയാൻ ചില കാരണങ്ങളുണ്ട്. പ്രവാചകൻ അത് വിശദീകരിക്കുകയുണ്ടായി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രാജാവ് നൽകിയ സുന്ദരമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരിക്കൽ പ്രവാചകൻ മിമ്പറിലേക്ക് കയറുകയുണ്ടായി. സഹാബത്ത് ആ വസ്ത്രത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ ഇങ്ങനെ ചുറ്റിക്കൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം. എന്താണെന്നറിയുമോ? സ്വർഗ്ഗത്തില് നാളെ സഅദ് ബിൻ മുആദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന തൂവാലയുണ്ടല്ലോ, അത് ഈ വസ്ത്രത്തെക്കാൾ നല്ലതാണ്, ഈ വസ്ത്രത്തെക്കാൾ സുന്ദരമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ഇത്രയെല്ലാം മേന്മകൾ ഉൾക്കൊള്ളുന്ന, ഇത്രയെല്ലാം മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെക്കാൻ സമയത്ത് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, എന്താണ് താങ്കൾ കരയാൻ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഖബരി ലദജ്ജ, ഇന്നലിൽ ഖബരി ലദജ്ജ, ഖബറിനൊരു ഞെരുക്കലുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ആ ഖബറിന്റെ ഞെരുക്കലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, പാരത്രികമായി കൊണ്ടുള്ള യാത്രയിലേക്കുള്ള ഒന്നാമത്തെ ഖബറിടമാകുന്ന ആ ഖബറിടത്തിന്റെ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്കിൽ ഈ ഖബറിടത്തിലെത്തുന്ന സമയത്ത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുന്ന സമയത്ത് തേങ്ങി തേങ്ങി കരയാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം നമുക്ക് അനുഭവിക്കുവാനുള്ള ജീവിതത്തിൽ നമ്മൾ രക്ഷ ആഗ്രഹിക്കുന്നു, സമാധാനം ആഗ്രഹിക്കുന്നു. അവിടെയുള്ള പ്രയാസങ്ങൾ നമ്മളൊരാളും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട ചില സംഗതികളുണ്ട്, ചില